ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുത്തത്, ഉബയ്യേ സലാത്ത് പറ. ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇദൻ തുഖഫാ ഹമ്മുക, സലാത്ത് പറ. സലാത്ത് പറഞ്ഞാൽ നിന്റെ സർവ്വ പ്രയാസങ്ങളും മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയേ, സർവ്വ ടെൻഷനും മാറും. എന്തിനാ ടെൻഷൻ അടിക്കണേ? നിന്റെ എല്ലാ ടെൻഷനും മുത്തുനബിയല്ലേ പറഞ്ഞ്. കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞുകൊണ്ട് സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം ടെൻഷൻ മാറും. നിന്റെ എല്ലാ ടെൻഷനും പ്രയാസവും ആവലാതിയും എല്ലാം മാറും. സ്വലാത്ത് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു വയുഗ്ഫർ ദംബുക, അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹു പാപം പൊറുക്കും. സ്വലാത്ത് പറ. ഓരോ ദിവസവും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ പറ. മുത്തുനബിയെ കാണണ്ടേ? ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമല്ലേ സ്വലാത്ത് പറയാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചരിത്രം, സ്വലാത്തിന്റെ ഒരു ചരിത്രം പറയാം. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു സ്വലാത്ത് പറയുന്ന ഉമ്മമാര് കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറയുന്നവര്, മുത്തുനബിയെ സ്നേഹിക്കുന്ന മനുഷ്യ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയതാണ്. പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയതാണ്. പടച്ചവനെ, മഹാനവറുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുകയാ. ഒരു മനുഷ്യനതാ തവാഫ് ചെയ്യുമ്പോ അതാ തവാഫിന്റെ വേളയിൽ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അസംബസരിതങ്ങളെ നോക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെന്ന് ഉറക്കെ പറയുന്നത് എന്തെന്നറിയോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, കഅബാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ എല്ലാ തവാഫിലും ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തല്ലാതെ വേറൊന്നും പറയുന്നില്ല. അതാ ഒരു ദുആ പോലും ചെയ്യുന്നില്ല. അവിടുന്ന് സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. തവാഫ് കഴിഞ്ഞപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുകയാ, ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, അതാ തവാഫ് ചെയ്യുന്ന സമയത്ത് പറയാൻ ഒരുപാട് ദുആകളുണ്ടല്ലോ, അതൊന്നും പറയാതെ ഈ തവാഫിന്റെ സമയത്ത് നിങ്ങളുടെ സ്വലാത്തല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങളുടെ സ്വലാത്തല്ലാതെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. എന്തേ നിങ്ങൾ സ്വലാത്ത് മാത്രമ പറയുന്നത്? ആ മനുഷ്യൻ പറയുന്നു, ഹസൻ ബസ്രി തങ്ങളെ, സ്വലാത്തല്ലാതെ പിന്നെന്ത് പറയാരാ? സലാത്തല്ലാതെ ഞാൻ പിന്നെ എന്തു പറയാരാ? ഹസൻ ബസ്രി തങ്ങൾക്ക് അത്ഭുതമായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്യുമ്പോ ഒരുപാട് ദുആകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. ഇതൊന്നും പറയാതെ സ്വലാത്ത് മാത്രം പറഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് ചോദിച്ചു, എന്തേ സ്വലാത്ത് മാത്രം പറയുന്നത്? തങ്ങളെ എങ്ങനെ പറയാതിരിക്കും? പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഹസൻ ബസ്രി തങ്ങളോട് പറയുകയാ, ഞാൻ ഹജ്ജിന് വേണ്ടി ഇറങ്ങിയപ്പോ എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ വാപ്പയും എന്റെ കൂടെ ഹജ്ജിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാരുടെ കൂടെ, ഞങ്ങളുടെ അയൽവാസിയുടെ കൂടെ ഞാനും എന്റെ വാപ്പയും കൂടെയാണ് ഹജ്ജിന് വന്നത്. അതാ ഞങ്ങളുടെ ഹജ്ജിന് യാത്രയായി. അതാ പകുതിയിലെത്തിയപ്പോ എന്റെ വാപ്പയ്ക്കൊരു രോഗം പിടിക്കുകയാ. എന്റെ വാപ്പയ്ക്കൊരു പനി പിടിച്ചു. അല്ലാഹുവേ, എന്റെ വാപ്പയ്ക്ക് വല്ലാതെ ക്ഷീണമായി. അങ്ങനെ കൂടെ വന്നവരെ മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്നു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എന്റെ വാപ്പയുടെ രോഗം മാറുന്നില്ല. അങ്ങനെ കൂടെ വന്നവർ പകുതിയും പോയി. അടുത്ത കുടുംബക്കാര് മാത്രം ഞങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, വാപ്പയുടെ രോഗം മാറുന്നില്ല. ഓരോ
ദിവസവും ഓരോ മനുഷ്യരിങ്ങനെ പോവുകയാണ്. അവസാനം ആരാരുമില്ലാത്ത സ്ഥലത്ത് ഞാനും എന്റെ വാപ്പയും ഒറ്റയ്ക്കായി. എന്റെ വാപ്പയ്ക്ക് രോഗം മൂർച്ഛിച്ചു, നടക്കാൻ വയ്യ, സുഖമില്ലാതായി. അവസാനം ആരാരുമില്ലാത്ത മരുഭൂമിയില് എന്റെ വാപ്പ മരണപ്പെട്ടു. എന്റെ മുന്നിൽ കിടന്ന് എന്റെ പിതാവ് മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഹസൻ ബസരി തങ്ങള്, എന്റെ വാപ്പയതാ അവിടെന്ന് മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ വാപ്പയുടെ കണ്ണിന്റെ നിറമങ്ങ് മാറി, എന്റെ വാപ്പയുടെ കോലമെല്ലാം മാറി, എന്റെ വാപ്പയുടെ മുഖമെല്ലാം കറുത്തിരുളാൻ തുടങ്ങി. പടച്ചവരെ, അല്ലാഹുവേ, പേടി തോന്നുന്ന ഒരവസ്ഥയായി. വാപ്പയുടെ മുഖത്ത് നോക്കുമ്പോഴേ പേടി തോന്നുകയാ. എന്റെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പേടിയാവുകയാണ്. മുഖമെല്ലാം കറുത്ത് വികൃതമായി. മുഖത്ത് നോക്കുമ്പോഴേ പേടി തോന്നുകയാണ്. ഹസൻ ബസരി തങ്ങളെ, എനിക്ക് പേടിയായി. അല്ലാഹുവേ, ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു മറുപടി പറയും? എന്റെ വാപ്പാടെ ജനാസ കാണാൻ വരുന്നവര് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആകാ കാരണം എന്തേ എന്ന് ചോദിച്ചാ പടച്ചവനെ ഞാൻ എന്തു മറുപടി പറയും? ആ ചെറുപ്പക്കാരൻ വാപ്പ അവസ്ഥ കണ്ടിട്ട് കരയുകയോ, ആരാരുമില്ലാത്ത വഴിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയുടെ ജനാസയുടെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തു. വാപ്പയുടെ ജനാസയുടെ ഭാഗത്ത് തളർന്നു കിടക്കുമ്പോ, അവിടെ കിടന്ന് തളർന്നുറങ്ങുമ്പോ ആ ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിൽ വരികയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വപ്നത്തിലേക്ക് കിടന്നു വരികയാ. മുത്തുനബിയുണ്ടല്ലോ, ആ മരിച്ചു കിടക്കുന്നവന്റെ പിതാവുണ്ടല്ലോ, ആ പിതാവിന്റെ മുഖത്ത് അല്ലാഹുവിന്റെ റസൂലങ്ങ് തടകുകയാണ്. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തങ്ങ് തടകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ വിരൂപിയായി കിടന്ന പിതാവിന്റെ മുഖമങ്ങ് പ്രകാശിക്കുകയാ. അവിടത്തെ മുഖത്ത് വല്ലാത്ത വെളിച്ചം വരികയാ. സ്വപ്നത്തിലാ ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ പിതാവിന്റെ മുഖം ഇങ്ങനെ കറുക്കാ, വിരൂപിയാകാ ഉള്ള കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് സ്വപ്നത്തിൽ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന അബാക ലകസ്റത്തുൽ മആസി ഗൈറ അൻഹു കാന യുകബ്ബിലു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വാപ്പയുടെ മുഖം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത മനുഷ്യരാ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത മനുഷ്യനാ. നിന്റെ വാപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ വാപ്പയുടെ മുഖം കറുക്കാനുള്ള കാരണം നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈറ അൻഹു കാന യുക്സിറു സ്വലാത്ത അലൈഹാ. നിന്റെ പാപ്പ എത്ര പാപം ചെയ്താൽ എന്റെ പേരിലെ സ്വലാത്ത് പറയുന്ന മനുഷ്യരായിരുന്നു. മുടങ്ങാതെ സലാത്ത് പറയുന്ന മനുഷ്യരായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാ, എന്റെ വാപ്പയുടെ മുഖം പ്രകാശിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് എന്റെ വാപ്പ സ്വലാത്ത് പറയുമായിരുന്നു, എന്റെ ഉപ്പ സ്വലാത്ത് പറയുമായിരുന്നു. ആ സ്വലാത്ത് പറഞ്ഞത് കൊണ്ടാണ് മുത്തുനബി എന്റെ വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് എന്റെ വാപ്പയുടെ മുഖമങ്ങ് തടകിയപ്പോ എന്റെ വാപ്പയുടെ മുഖം പ്രകാശിച്ചു. തങ്ങളെ
അതുകൊണ്ടാ ഞാൻ സ്വലാത്ത് പറയുന്നത്. ആ സ്വലാത്തല്ലാതെ ഞാനിനി എന്തേ പറയേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരാ, മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് കിടക്കണോ? അല്ലാഹുവേ, കാണാ വരുന്നവര് നിന്റെ മുഖത്ത് നോക്കിയിട്ട് കൊതിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറയുന്ന ഉമ്മമാരെ, നിന്റെ മുഖം പ്രകാശിക്കണ്ടേ? വെള്ളത്തുണിയുടെ അടിയിൽ നീ ഇങ്ങനെ കിടക്കുമ്പോ കാണാ വരുന്നവര് മുഴുവനും മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തിയിട്ടല്ലാ എനിക്കും തരണേ അല്ലാ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കൊതിക്കുന്ന മരണമാ, ആഗ്രഹം തോന്നുന്ന മരണമാ. അതുകൊണ്ട് മുത്തുനബിയെ സ്നേഹിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാതെ ഉറങ്ങരുത്. ഒരു രാത്രി പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാതെ ഒരൊറ്റ മനുഷ്യൻ പോലും ഉറങ്ങാൻ പാടില്ല. നിർബന്ധമായിട്ടും പറയിപ്പിക്കണം ചെറുപ്പക്കാരോ. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലേ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാ. മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 10 സ്വലാത്ത് പറഞ്ഞാൽ 100 അല്ല, 500 അല്ല, 1000 അല്ല, 10000 അല്ല, പ്രവാചകന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാ പ്രതിഫലം കേൾക്കണോ വാപ്പാ, പ്രതിഫലം കേൾക്കണോ ചെറുപ്പക്കാരാ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കാ പറയുന്നത്. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറയുകയാ, അവന്റെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ? പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ? അനഅഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. സ്വലാത്ത് പറയുന്ന വാപ്പാ, സ്വലാത്ത് പറയുന്ന വാപ്പാ, നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ 1,24,000 വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂസുഫ് നബിയും, സുലൈമാൻ നബിയും, ഹാറൂൻ നബിയും, യഹ്യാ നബിയും, ഈസാ നബിയും. അല്ലാഹുവേ, ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുണ്ടല്ലോ, അതാ ഈ എണ്ണയ്ക്കകത്തിട്ട് നൂല് വലിച്ചെടുക്കുന്നത് പോലെ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുന്നത് ഇങ്ങനെയാണ് നബിയേ. പെങ്ങളെ, പെങ്ങളെ, അത് നിസ്സാരമല്ല പെങ്ങള്. മരണത്തിന് വല്ലാത്ത വേദനയാണ് പെങ്ങള്. പ്രസവ വേദന പോലെയൊന്നുമല്ല, പ്രസവ വേദന പോലെയല്ല. പടച്ചവരെ, 70 മുതൽ 70,000 മലക്കുകൾ വരെയാ. നീ പ്രസവത്തിന് ഹോസ്പിറ്റലിന്റെ ഐസിയിൽ കിടന്നപ്പോ എത്ര പേരാ നിന്നെ പിടിച്ചത്? ഒരു ഡോക്ടറും 2 3 നേഴ്സുമാർ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചപ്പോ അതിനകത്ത് കിടന്ന് നിലവിളിച്ച ഉമ്മ, 70,000 മലക്കുകള് കയ്യും കാലും പിടിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ടുമ്മ. ഉണ്ടടാ ചെറുപ്പക്കാരാ, 70,000 മലക്കുകള്. അല്ലാഹുവേ, ഫകശഫിനാ അൻക ഇതാക. فبصرك اليوم حديد
ഏത് നീ കാണുമെന്നല്ലയാ പറഞ്ഞത്. നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നല്ലയാ പറഞ്ഞത്. 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന വേദനയുണ്ടല്ലോ, അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാടാ പലരും മൂത്രമൊഴിക്കുന്നത്, പലരും കാഷ്ടിച്ചു പോകുന്നത്, പലരും കിടന്ന് മൃഗങ്ങളെ വലിക്കുന്നത് പോലെ വലിച്ചു പോയത്, കണ്ണ് തെള്ളിയത്, വായിലൂടെ പതയും നൊരയും ഒലിച്ചത്. അതുകൊണ്ട് സഹോദരാ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് പിടിക്കണോ? പറഞ്ഞോ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത്, പറഞ്ഞോ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത്. ഇതൊരു പ്രതിഫലമാടാ, ഇതൊരു 10 സ്വലാത്തിന്റെ പ്രതിഫലമാടാ. രണ്ടാമത് വന്ന മലക്കാരാ മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇടിയും മഴയും കാറ്റിന്റെയൊക്കെ ചുമതലയുള്ള മീകായിൽ എന്ന മലക്ക് പറയുന്നു, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ അന്ന് വല്ലാത്ത ചൂടാണല്ലോ, അന്ന് വല്ലാത്ത ദാഹമാണല്ലോ, ഹൗദുൽ കൗസർ അല്ലാതെ വെള്ളമില്ലല്ലോടാ ചെറുപ്പക്കാരാ. അന്ന് ഹൗദുൽ കൗസറിലെ വെള്ളമല്ലാതെ മറ്റൊരു വെള്ളമില്ലാത്ത ദിവസമുണ്ടല്ലോ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, നിന്നെ മീകായിൽ എന്ന മലക്ക് കാത്തു നിൽക്കുകയാ. എന്തിനെന്നറിയുമോ? അനാസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് വെള്ളം കൊടുക്കാ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ പെണ്ണ് നിനക്ക് വെള്ളം തരാ. അതാ മീകായിൽ എന്ന മലക്ക് കാത്തു നിൽക്കുകയാ. മൂന്നാമതായിട്ട് വന്ന മലക്കേതാ? ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഇസ്റാഫീൽ എന്ന മലക്കുണ്ടല്ലോ, സൂറന്ന കാഹളത്തിലൂതുന്ന പടച്ചവന്റെ തീരുമാനവും കാത്തിരിക്കുകയാണ്. പടച്ചവനെ വായുടെ ഭാഗത്ത് ഇസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളവും വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഓതി ഇസ്റാഫീൽ ആ മലക്കെങ്ങാണ് മൂടിക്കടിഞ്ഞ സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും തകരുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നശിക്കുകയാണ്. ആ മലക്കിങ്ങനെ കിടക്കുകയാണ്. വായുടെ ഭാഗത്തിങ്ങനെ ഊത്തുവെച്ചിട്ട് റബ്ബേ കൈകുത്തിയിട്ടിങ്ങനെ കാത്തു കിടക്കുകയാ. ഓതി ഇസ്റാഫീല് ഒറ്റ വാക്ക് കേട്ടാ പിന്നെ പെരിന്തൽമണ്ണയല്ല, ഈ കാണുന്ന പ്രപഞ്ചമില്ല മോനെ. ആ മലക്ക് പറയുകയാണ്, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനെ ഞാൻ മറക്കൂല, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവളെ ഞാൻ മറക്കില്ല നബിയേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ എല്ലാവർക്കും അവരവരുടെ കാര്യമാണല്ലോ. സിറാജിന് സ്വന്തം കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ്. എന്റെ വാപ്പ എന്നെ നോക്കൂല, എന്റെ ഉമ്മ എന്നെ നോക്കൂല, എന്റെ ഭാര്യ എന്നെ കാണൂല, എന്റെ മക്കൾ എന്നെ പരിഗണിക്കൂല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ, നിങ്ങളും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാ. ഒരു മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കുകയാ. അല്ലാഹു പറയുകയാ, എഴുന്നേക്ക് ഇസ്റാഫീൽ. എന്തിനാ ഇവിടെ കിടക്കുന്നത്? എന്തിനാ ഇവിടെ കിടക്കുന്നത്? എഴുന്നേക്ക് ഇസ്റാഫീലേ. ഇല്ല പടച്ചവരെ, ഇല്ല പടച്ചവരെ, ഞാൻ എഴുന്നേക്കില്ല അല്ലാഹ്, ഞാനിവിടെ എഴുന്നേന്ന് എഴുന്നേക്കില്ല. ആർക്ക് വേണ്ടിയാ കിടക്കുന്നതെന്നറിയുവോ? പടച്ചറപ്പേ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ പെരിന്തൽമണ്ണയിലെ ചെറുപ്പക്കാരാ, ഈ പെരിന്തൽമണ്ണയിലെ പിതാക്കന്മാരെ, റസൂലിന്റെ വേദിയിൽ വന്ന പെണ്ണ്
നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ മലക്ക് കിടക്കുകയാണ്. റബ്ബേ, ആ സ്വലാത്ത് പറഞ്ഞവളുണ്ടല്ലോ, അവൾക്ക് പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാ. പടച്ച റബ്ബിന്റെ മുന്നിൽ കിടക്കുകയാ. ആർക്ക് വേണ്ടിയാടാ ചെറുപ്പക്കാരാ? സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി, സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി, മുത്തുനബിയെ സ്നേഹിച്ച നിനക്ക് വേണ്ടി. ഇസ്രാഫീൽ എന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പാപം പുറത്തു തരുന്നത് വരെ, അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുന്നത് വരെ ആ മലക്ക് അല്ലാഹുടെ മുന്നിൽ കിടന്ന് കരയും. അല്ലാഹു പറയും, നീ എഴുന്നേക്ക്, ഞാൻ പുറത്തു കൊടുത്ത്, ഞാൻ അവന് പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് വരെ ഇസ്രാഫീൽ എന്ന മലക്ക് അല്ലാഹുടെ മുന്നിൽ കിടന്ന് നിനക്ക് വേണ്ടി കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതൊരു മലക്ക് വന്നു, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാ, നബിയേ, നടന്ന് നടന്ന് സിറാത്ത് എന്ന പാലത്തിന് നടന്ന് നടന്ന് സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ വന്നു. അത് നരകത്തിന്റെ മുകളിലൂടെയുള്ള പാലമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇരിക്കറോ, അൽഹംദുലില്ലാഹ്, ഇരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നടന്ന് നടന്ന് സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ വന്നു. ആ പാലം കടന്നേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. ആകെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒറ്റ വഴി ആ സിറാത്ത് എന്ന പാലവ. എല്ലാ എണ്ണവും അതിന്റെ മുകളിൽ കയറിയാലേ പറ്റൂ. ആ പാലം കടന്നേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, വേറെ ഒരു വഴിയുമില്ല. അത് കെട്ടിയിരിക്കണത് നരകത്തിന്റെ മുകളിലൂടെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ, അള്ളാഹുവെ, നീ ഇങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോ ചില മഹാന്മാര് കാലെടുത്ത് വെക്കുന്നതും നരകത്തിന്റെ തീ വന്നിട്ട് ഒറ്റ കൊണ്ടുപോക്ക. ആ പാലത്തിലേക്ക് കാലെടുത്ത് വെച്ച അപ്പൊ തന്നെ നരകത്തിന്റെ തീ വന്ന ഒരു കൊളുത്തിങ്ങനെ വന്നിട്ട് കോരിക്കൊണ്ടങ്ങ് പോകും. പിന്നെ ശവായി പോലെ കൊണ്ടുപോയി കഴിഞ്ഞു. മറ്റു ചിലരാണെങ്കിൽ പടച്ചവനെ മുന്നോട്ട് നടക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ട് കാല് തെറ്റിയിട്ട് വീഴാ. 50 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ ഇടയിൽ ഒരു ചെറിയ കയറ് കിട്ടി, അതിൽ തൂങ്ങിക്കിടക്കണ പോലെ ഇങ്ങനെ കിടക്ക, ആടി ആടി. അല്ലേ, ആ സിറാത്ത് എന്ന പാലം നീളം എത്രയെന്നറിയോ? പെരിന്തൽമണ്ണ ടൗണിന്റെ നീളമൊന്നും അല്ലപ്പാ, അങ്ങാടിപ്പുറം പാലത്തിന്റെ നീളമൊന്നുമല്ല. ഇങ്ങനെ കിടക്ക, ലക്ഷക്കണക്കിന് കിലോമീറ്റർ. അല്ലാഹുവേ, 50,000 വർഷത്തെ ദൂരം, ഇറക്കവും കയറ്റവുമായിട്ട് ഇങ്ങനെ കിടക്ക. കോടിക്കണക്കിന് വർഷം സഞ്ചരിച്ചാൽ ആ പാലം ഒന്ന് കിടക്കൂല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ പടച്ചവൻ എങ്ങനെ ചിലര് തൂങ്ങിക്കിടക്കുന്നുണ്ട്, ചിലരിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ചില ആൾക്കാര് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പൊക്കളയും. ആ പാലം സ്വർഗത്തിൽ എത്തി. കാറ്റിന്റെ വേഗതയിൽ, പ്രകാശത്തിന്റെ വേഗതയിൽ ഓടിപ്പോകുന്നു, നടന്നു പോകുന്നു, എഴഞ്ഞു പോകുന്നു. അല്ലാഹുവേ, ഈ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോ അന ആഖിദം ബിയദിഹി വയമുറു അല സിറാത്ത്, ജിബ്രീൽ എന്ന മലക്ക് പറയും, പിടിയടാ കയ്യില്. അള്ളാന്റെ റസൂലിന്റെ പേര് സലാത്ത് പറഞ്ഞ പെങ്ങളെ, മുത്തുനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പെങ്ങളെ, നിന്റെ കയ്യിൽ ഈ മലക്കങ്ങിട്ട് പിടിക്കാ. പിടിമോനെ, പിടിയടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സലാത്ത് പറഞ്ഞ നീ അനാഹിദം ബിയദിഹി, പിടിച്ച എന്റെ കയ്യില്. യമുറു അല സിറാത്ത്, അല്ലാഹുവേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിന്നെ സ്വർഗത്തിലെത്തിക്കും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരുമാറാകട്ടെ. ജിബ്രീൽ എന്ന മലക്കിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നിനക്ക് ഭാഗ്യം കിട്ടും. എന്ത് ചെയ്താ മതി? മുത്തുനബിയുടെ പേരിൽ ഒന്ന് സ്വലാത്ത് പറ. അള്ളാന്റെ റസൂലിന്റെ പേരിൽ റബീഉൽ അവ്വൽ വരുമ്പോ മാത്രമല്ല മോനെ, എന്നും പറ. നീ ലക്ഷക്കണക്കിന് സലാത്ത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. 10 എണ്ണമെങ്കിൽ 10 എണ്ണം അത് നിത്യമായിട്ട് പറ. റമളാൻ മാസം എത്തുമ്പോ തഹജ്ജുദ്, ളുഹ, എന്തൊക്കെയാ. റമളാൻ കഴിയുമ്പോ ഫർദ് തന്നെ ഇല്ല. അങ്ങനെ ആവണ്ട. ഇബാദത്തുകൾ ചെയ്യുമ്പോ നിത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആയിരക്കണക്കിന് സ്വലാത്തുകൾ പറയണമെന്ന് ഞാൻ പറയണില്ല. 10 എണ്ണമെങ്കിൽ 10 എണ്ണം അത് എല്ലാ ദിവസവും മുടങ്ങാതെ പറ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സലാത്ത് പറയുമ്പോഴാ, ആ സലാത്ത് പറയുമ്പോഴാ നമുക്ക് പ്രവാചകനോടും അതാ മോനെ സ്നേഹം. അതാ മുഹമ്മദ് എന്ന പേരങ്ങിട്ട് പറഞ്ഞ അറിയാതെ പറയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അങ്ങ് വരണം. മുത്തുനബിയുടെ പേരങ്ങ് പറഞ്ഞ, സഹാബികളെ സ്നേഹിച്ച കഥകളൊക്കെ അറിയുമല്ലോ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് സ്നേഹിച്ച കഥ, അതായിരുന്നു സ്നേഹം. ഇതൊക്കെ ഇവിടെ എന്ത് സ്നേഹം? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ ചബരം ഉബൈസുൽ അസ്ലമി. അള്ളാഹുവെ പടച്ചവനെ, ആ മഹാന്റെ ചരിത്രം. അള്ളാഹുവെ പടച്ചവനെ മുത്തുനബിയെ കണ്ടിട്ടില്ല, ഉവൈസ് നബി കണ്ടിട്ടില്ല. ഇസ്ലാമിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. സഹാബത്തിന്റെ പ്രബോധനം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉബൈസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മുത്തുനബിയെ കാണണം. അള്ളാഹുവെ, വാപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉബൈസ് മനസ്സിൽ ഇങ്ങനെ പ്രവാചകനെ സ്വലാത്ത് പറഞ്ഞ് സലാം പറഞ്ഞ് ഹൃദയം നിറച്ച പ്രവാചകനോടുള്ള മഹബത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത സ്നേഹം. പക്ഷേ പ്രായം ചെന്ന ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഉബൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സഹാബ നബി കണ്ടിട്ടില്ലെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അതേ തട്ടിൽ തന്നെയാ. ഉവൈസുൽ ഖർനി തന്റെ മാതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, എനിക്ക് മുത്തുനബിയെ ഒന്ന് കാണാൻ പോകണം, മദീന വരെ ഒന്ന് പോകണം ഉമ്മ, എനിക്ക് മദീന വരെ ഒന്ന് പോകണം, അള്ളാന്റെ റസൂലിനെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, നീ പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ രോഗിയാ, എനിക്കാരാ മരുന്നെടുത്ത് തരാ? എന്നെ ആരാ സഹായിക്കാ? നമ്മുടെ വീടിന്റെ പരിസരത്ത് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാ മോനെ? എന്റെ മോൻ പോയാ, ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചു പോയാ ആരാ എന്റെ മയ്യത്ത് സ്കരിക്ക, എന്റെ മയ്യത്ത് കുളിപ്പിക്ക? ആരാ മോനെ എനിക്കുള്ളത്? എന്റെ പൊന്നുമോൻ ഇപ്പൊ പോകണോ? എന്റെ മോൻ ഇപ്പൊ പോകണ്ട. അള്ളാഹുവെ, തന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്കൊന്ന് ആരോഗ്യമായ ഞാൻ നിന്നെ വിട്ടേക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ വാക്ക് കേട്ടു. അവിടെ നിന്ന് ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ രോഗത്തിന് ചെറിയ ഒരു ശമനം വന്നു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉവൈസേ, ഒരുപാട് ദിവസമൊന്നും തരാനില്ല, കുറച്ചു ദിവസം ഞാൻ നിനക്ക് തരാം. കുറച്ച് ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യാനും ഇങ്ങോട്ട് യാത്ര ചെയ്യാനുമുള്ള ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ തരാം, നിനക്ക് മദീനത്ത് നിൽക്കാം, മുത്തുനബിയെ പോയി കാണാൻ. അല്ലാഹുവേ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഉമ്മയുടെ രോഗം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ, ഉമ്മയ്ക്ക് ചെറിയ ആരോഗ്യമൊക്കെ ആയപ്പോൾ ഉവൈസുൽ ഖർനിയെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, ഒരേ ഒരു ദിവസം നിനക്ക് മദീനത്ത് നിൽക്കാം. അങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം, ഇങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം, ഒരുപാട് ദിവസം നീ മദീനയിൽ നിൽക്കാൻ പാടില്ല. ഒറ്റ ദിവസം നീ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത്, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേ മോനെ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു എന്തൊരു സന്തോഷമെന്നറിയോ? പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി മദീനത്തേക്ക് പോകുകയാണ്. റബ്ബേ, എത്രയോ നാളുകൾ കൊണ്ട് കാത്തിരിക്കുകയാണ് മുത്തുനബിയെ കാണാ. മദീനത്തേക്ക് പോകുമ്പോ പടച്ചവനെ, അല്ലാ, മദീനയോടടുക്കുമ്പോ തന്നെ റബ്ബേ, ഉവൈസുൽ ഖർനി കരയാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് കരയുകയാണ്. അവസാനം പ്രവാചകനെ തേടി ഇങ്ങനെ നടക്കുകയാണ്. പല പല സ്ഥലങ്ങളിലും പോയി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലെത്തുമ്പോഴാണ് ഉവൈസുൽ ഖർനി അറിയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ, അള്ളാന്റെ റസൂൽ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ. ഉവൈസുൽ ഖർനി തളർന്നു വീഴുകയാണ്. പടച്ചവനെ, എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയില്ലല്ലോ. ഉമ്മ ഒരേ ഒരു ദിവസമാണ് അനുവാദം തന്നിരിക്കുന്നത്. അവിടെ വൈകുന്നേരം വരെ കാത്തു നിന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ വന്നപ്പോ അതാ ഉവൈസുൽ ഖർനി തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പടച്ചവനെ, തന്റെ ഉമ്മയുടെ അടുക്കൽ പോയി. ഉമ്മ ചോദിച്ചു, കണ്ടോ ഉവൈസേ, മുത്തുനബിയെ കണ്ടോ പൊന്നുമോനെ? ഇല്ല ഉമ്മ, എനിക്ക് പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. പടച്ചവനെ, ഉവൈസ് ഒരു തീരുമാനമെടുത്തു. പടച്ചവനെ, ഇനി ഞാൻ ഉമ്മാനെ ഇട്ടിട്ട് പോകൂല. എന്റെ ഉമ്മയുടെ മരണശേഷമേ ഞാൻ ഇനി അള്ളാന്റെ റസൂലിനെ കാണാൻ പോകൂ. ഇനിയുള്ള കാലം എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാ. പടച്ചവനെ, അതാ മുത്തുനബിയോട് സ്നേഹമുള്ള ഉവൈസ് ഉണ്ടല്ലോ, തന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് പിൽക്കാലം ഇങ്ങനെ നീട്ടുകയാണ്. പടച്ചവനെ, അതാ രാവിലെ എത്തിക്കഴിഞ്ഞ വഴിയിൽ ഇങ്ങനെ പോയി നിൽക്കും ചെറുപ്പക്കാരാ. യാത്രക്കാര് നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ ഉവൈസ് കാത്തു നിൽക്കുകയാണ്. മദീനത്ത് നിന്ന് വരുന്നവരെ കണ്ടാ ചോദിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ?
കണ്ടെന്ന് പറയുന്നവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാ. റസൂലുള്ളാഹിനെ കണ്ട മുഖമാണല്ലോ, മുത്തുനബിയെ കണ്ട മുഖമാണല്ലോ, കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ കണ്ണുകളിൽ ചുംബിക്കുകയാ. കാരണം പ്രവാചകന് അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ ഉമ്മ രോഗിയായി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുന്ന് ഉമ്മ രോഗിയായി, പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു. ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് ഖബറടക്കി. പടച്ചവനെ, എന്നിട്ട് ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസ് അൽ-ഖർനി കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉമ്മ, ഞാൻ മുത്തുനബിയെ കാണാൻ പോകുകയാ, അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. ഇനി തിരിച്ചു വരില്ല ഉമ്മ, ഇനി ഉവൈസി നാട്ടിലേക്ക് വരില്ല ഉമ്മ. ഇനിയുള്ള കാലം എനിക്ക് മുത്തുനബിയെ കണ്ടുകൊണ്ട് മദീനത്ത് കിടക്കണം, എനിക്ക് അവിടെ കിടന്ന് മരണപ്പെടണം. ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസ് അൽ-ഖർനി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് യാത്ര പറയുകയാ. അവിടുന്ന് സ്വലാം പറഞ്ഞ് പിരിയുകയാണ്. അവിടുന്ന് യാത്ര തുടങ്ങി. അതാ ഒരു കഫീല വരികയാണ്. ഒരു സംഘം മദീനയിലേക്ക് പോകുന്നു. അതാ ഉവൈസ് അൽ-ഖർനി അവരുടെ കൂടെ കയറുകയാണ്. പടച്ചവനെ, വല്ലാത്ത സന്തോഷം. മുത്തുനബിയെ കാണാമല്ലോ, മുത്തുനബിയുടെ നാട്ടിലിന് കഴിയാമല്ലോ, എനിക്കും സ്വഹാബിയാകാൻ കഴിയുമല്ലോ, എനിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാകാമല്ലോ. ഉവൈസ് അൽ-ഖർനി അതാ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. പടച്ചവരെ, മദീന എടുക്കാറാകുമ്പോ യാത്രക്കാര് പരസ്പരം എന്തോ സംസാരിക്കുകയാ. യാത്രക്കാര് പരസ്പരം സംസാരിക്കുകയാണ്. റബ്ബേ, അവരെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പലരും ഇരുന്ന് കരയുന്നുണ്ട്. അവസാനം ഉവൈസ് അൽ-ഖർനി ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? ആ യാത്രക്കാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ സുബഹിയുടെ സമയത്ത്, ഇന്ന് സുബഹി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി. ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞ് താഴെ വീണുപോയി. റബ്ബേ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ ഉവൈസ് അൽ-ഖർനി അതാ നിലവിളിച്ചുകൊണ്ട് റബ്ബേ താഴെ വീഴുകയാ. അല്ലാഹുവേ, അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അതാ മരുഭൂമിയിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, പിന്നെ ഒരുപാട് നാട് കഴിഞ്ഞു. ഉവൈസിനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഇത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന ഉവൈസിനെ അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. മുത്തുനബി മറന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിന് മുമ്പ് പ്രവാചകൻ ഉമർ തങ്ങളോട് പറഞ്ഞിരുന്നു, ഉമർ, ഉവൈസ് അൽ-ഖർനിയെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണേ ഉമറേ. ഉവൈസ് അൽ-ഖർനിയുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ചരിത്രം പറയുകയാ, ഓരോ വർഷവും ഹജ്ജിന്റെ സമയമാകുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു, ഉവൈസ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഉവൈസ് എന്ന് പറയുന്ന ആരെങ്കിലും ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഓരോ വർഷവും അവിടുന്ന് വിളിച്ചു ചോദിക്കുകയാ. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞു. അവസാനം ഉവൈസ് അൽ-ഖർനി അങ്ങനെ ഒരു ഹജ്ജിന്റെ വേളയിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടുമുട്ടുകയാണ്. പ്രവാചകൻ അവിടുന്ന് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉവൈസേ, അല്ലാഹുവിന്റെ റസൂലിന് നിന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, നിന്നെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണം, നിങ്ങളെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉവൈസ് അൽ-ഖർനിയുടെ കയ്യിൽ പിടിച്ചിട്ട് ദുആ ചെയ്യാ പറഞ്ഞു, ദുആ ചെയ്യിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, അതാണടാ പൊന്നുമോനെ സ്നേഹം, അതാണടാ പൊന്നുമോനെ സ്നേഹം.
നിനക്ക് കാണണ്ടേ? അതല്ലേ സ്നേഹമെന്ന് പറഞ്ഞ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയെ നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവരണമടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കണമടാ പൊന്നുമോരെ. ഈ പെരിന്തൽമണ്ണയിലെ നിന്റെ കൂരയ്ക്കകത്തേക്ക് മുത്തുനബിയെ നീ കൊണ്ടുവരണം ചെറുപ്പക്കാരാ. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു പൊന്നുമോനെ. സ്വലാത്തുകൾ പറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്താക്ക്. ആ പ്രവാചകനോട് സ്വലാത്തും സ്വലാബുകളും പറഞ്ഞിട്ട് നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്ക്. അവസാനം പ്രവാചകനോട് നിന്നെ സ്നേഹം കൂടിയാ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിന്നെ ഇഷ്ടപ്പെട്ട ഒരുവടാ നിന്നെ തേടിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത്രി നീ നിന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ അതാ വരുന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിന്റെ സ്വപ്നത്തിലേക്ക് മുത്തുനബി കടന്നു വരികയാണ്. ആ പ്രവാചകന്റെ മുഖം നിനക്കൊന്ന് കാണണ്ടേ? ആ പ്രവാചകനോട് നിനക്കൊന്ന് സലാം പറയണ്ടേ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പേരിൽ അധികമായി സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിലെ വലിയ മോഹമായി കാണൂ, ജീവിതത്തിലെ ഒരു അഭിലാഷമായി കാണൂ. മുത്തുനബിയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, എന്ത് പ്രതിഫലമാണെന്നറിയുമോ പൊന്നുമോര്? അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കൂ. സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് കേറിപ്പറ്റൂ. എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയെ കാണാ പോകടാ പൊന്നുമോര്. എവിടെയല്ല പോയടാ ചെറുപ്പക്കാരാ? എത്രയോ പൈസ മുടക്കിയിട്ട് എവിടെയെല്ലാം നീ പോയിട്ടുണ്ടടാ ചെറുപ്പക്കാരാ. പക്ഷേ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാൻ, മുത്തുനബിയുടെ റൗള കാണാൻ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോടാ മോനെ? എന്തേ ചെറുപ്പക്കാരാ പോകാത്തത്? പ്രായം കുറെ ആയില്ലേ വാപ്പാ? ആർക്കായി സമ്പത്തൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനോ? എന്തേ നീ മദീനത്ത് മുത്തുനബിയുടെ റൗള കാണാൻ പോകാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തുനബിയുടെ റൗള കണ്ടാ കിട്ടുന്ന പ്രതിഫലമെന്താ? മൻസാറ കബരി വജബത് ലഹു ശഫാഅതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ഖബറാരെങ്കിലും സിയാറത്ത് ചെയ്താൽ പോകണം പൊന്നുമോനെ. ഈ ഭൂമിയിലെ സ്വർഗം കാണാ പോകണം പൊന്നുമോനെ. മുത്തുനബിയോടുള്ള സ്നേഹം കാണണമെങ്കിൽ അല്ലാഹുവേ, ബാബു ജിബ്രീലിലൂടെ പടച്ചവരെ കേറുമ്പോഴേ കണ്ണ് നിറയും മോനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ ആ മസ്ജിദ് നബവിയുടെ പച്ച കുപ്പ കാണുമ്പോഴേ നിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹ് ആ വാതിലിലൂടെ കേറി ഇങ്ങനെ വരി വരിയായി പടച്ചവരെ മുത്തുനബിയുടെ മിഹ്റാബുണ്ടല്ലോ, അതിന്റെ സൈഡിലൂടെ നടന്ന് നടന്ന് അവസാനമല്ല ആ റൗളാ ശരീഫിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആ സലാത്ത് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ ചെന്ന് റബ്ബേ, ഓരോ മനുഷ്യരും ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. പലരുടെയും കണ്ണുകൾ നിറയുകയാണ്. പലരും അവിടെ നിന്ന് അല്ലാഹുവേ കരയുന്ന കാഴ്ച കാണാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആരുടെയെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെയല്ല മുത്തുനബിയുടെ റൗള കണ്ട. മൻസാറ കബരി വജബതു ലഹു ശഫാഅതി.
എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവനുണ്ടല്ലോ, അവനെ ഞാൻ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്തേ നിനക്ക് പോകാ സമയമായില്ലേ? മുത്തുനബിയുടെ റൗള കാണാ നിനക്ക് എന്ത് തടസ്സം ചെറുപ്പക്കാരാ? എന്തേ വാപ്പാ നിനക്ക് തടസ്സമുള്ളത്? പെങ്ങളെ നിനക്കെന്ത് തടസ്സമാണ്? ശരീരത്ത് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പകുതി വിറ്റാ പോരെ? ഇതിന്റെ ഒരു 1/4% വിറ്റാ നിനക്കിന്ന് ഉംറയ്ക്ക് പോകാമല്ലോ. എന്തേ പെങ്ങളെ മടിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ റൗളയെ സ്നേഹിക്കടാ. അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗം ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലെ 2 സ്വർഗമുണ്ട്. ദുനിയാവിലെ 2 സ്വർഗമുണ്ട്. ഒരു സ്വർഗത്തിലാ നമ്മൾ ഇരിക്കുന്നത്, ഒരു സ്വർഗത്തിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഇനി രണ്ടാമതൊരു സ്വർഗമുണ്ട്. അത് എവിടെയെന്നറിയുവോ? മാബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. രണ്ടാമത്തെ സ്വർഗം മദീനയിലാടാ. രണ്ടാമത്തെ സ്വർഗം മദീനയിലാണ് വാപ്പാ. മുത്തുനബിയുടെ റൗളയുടെ ചാരയാ. വെള്ള ടൈല് കൊണ്ടതാ പടുതി വെച്ചിരിക്കുന്നു. ആ റൗളയുടെ ചാരത്തുള്ള സ്വർഗത്തിൽ പോയിരുന്നിട്ട് നിനക്കൊന്ന് ദുആ ചെയ്യണമെന്ന് മോഹമില്ലേ? അവിടെ ചെന്നിരുന്നൊന്ന് തൗബ ചെയ്യാൻ എന്തൊരു തിരക്കെന്നറിയോ? ആ സ്ഥലത്തൊന്ന് കേറിയിരുന്ന് നിസ്കരിക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് കാണാ. പ്രായമുള്ള ഉപ്പമാര് പോലും പടച്ചവനെ അവിടെയൊന്ന് കേറി നിൽക്കാൻ. പണ്ടൊക്കെ അവിടെ കേറാൻ എന്ത് തിരക്കെന്നറിയോ? അല്ലാഹുവേ കരഞ്ഞു ദുആ ചെയ്താൽ ദിവസങ്ങളോളം അവിടെ നിന്നാലും ഒരവസരം കിട്ടൂല. പക്ഷേ ഇന്നങ്ങനെയല്ല. പടച്ചവനെ ശവയോടെ കാത്തു നിന്നാ അതിനകത്ത് പോയി നിസ്കരിക്കാ, ദുആ ചെയ്യാ, എല്ലാ സൗകര്യവും ഇന്ന് ഒരുക്കി തരുമ്പോ അതിന് പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ മദീനയെ പോലെ സ്നേഹിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? മനിസ്തതായമൂതു ഫിൽ മദീന. എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ മദീനയെ സ്നേഹിച്ച, ആ മദീനയിൽ വന്നാരെങ്കിലും മരണപ്പെട്ടാൽ അവളെ നാളെ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനയെ സ്നേഹിച്ചു ആ മദീനയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാ അവൻ നാളെ സ്വർഗത്തിൽ ആരുടെ കൂടെ എന്നറിയോ? റസൂലുള്ളാഹിന്റെ കൂടെയാ, മുത്തുനബിയുടെ കൂടെയാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാന്.